നമ്മളുടെ വീക്ക്നെസ് നമ്മൾക്കേ അറിയൂ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. എത്ര ഡിസിപ്ലിൻഡ് ആയാലും ഇടയ്ക്കൊന്ന് ലൈറ്റായിട്ട് എടുത്ത് ഇച്ചിരി ഡയറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഓൾറെഡി കുറച്ച് കുറവ് ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫുഡ് കഴിക്കുന്നുമില്ല. ഉള്ളതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഇത് സ്നാക്കാണ്. ചീസും ഒരു ബനാന ബ്രെഡും കുറച്ച് നട്ട്സൊക്കെ കഴിച്ച് ഒരു പെട്ടെന്ന് പോയി വരാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവിടെ പോയി പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വന്നു. അങ്ങനെ പെട്ടെന്ന് തിരിച്ചു വരാൻ വിചാരിച്ചത് ഇച്ചിരി അങ്ങ് നീണ്ടു. വീട്ടിൽ നല്ല അടിപൊളി ഫുഡൊക്കെ റെഡിയായിരുന്നു. അടുത്ത് തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നുമല്ല. എന്ന് വെച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ബ്രേക്ക് ഡൗൺ പോയിൻ്റായി. വിശന്ന് തളർന്ന് വീക്കായിപ്പോയി. ഒന്നും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ വീണ്ടും സ്നാക്സ് കഴിക്കാനോ അല്ല, വെളിയിൽ നിന്ന് കഴിക്കേണ്ട ദൂരമില്ല, ജസ്റ്റ് വീട്ടിനടുത്താണ്. അങ്ങനെ കഷ്ടപ്പെട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ആർത്തിയോടെ ഭക്ഷണം കഴിച്ചു. ഒന്നും വയ്യാത്ത പോലെ, ക്ഷീണം പോലെ. എന്നിട്ട് എല്ലാം കഴിച്ചു. കഴിച്ചിട്ടും മതിയാവാത്ത പോലെ. കഴിച്ചതിന് മേലെ ഇനി എന്ത് കഴിക്കുന്നതാണ് അടുത്തത്. എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡയറ്റിംഗ് സമയത്ത് ഒട്ടും ഓവർ കോൺഫിഡൻസ് ഉണ്ടാവരുത്. വളരെ അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ട് എക്സ്ട്രാ പ്ലാൻ ചെയ്താലേ നടക്കുള്ളൂ. നല്ല മീൽ കഴിച്ചിട്ട് പോലും വിശപ്പടങ്ങാത്തൊരു ഫീലിംഗ് ആണ്. ലേറ്റ് 5 മണിയായി. എന്നിട്ട് ചോറ് കഴിച്ചിട്ട് ഡേറ്റ്സ് കഴിച്ചു, പിന്നെ ഇച്ചിരി ഡെസേർട്ട് എടുത്ത് കഴിച്ചു. അങ്ങനെ പ്ലാൻ ഫ്ലോപ്പായ ദിവസമായിരുന്നു. പക്ഷേ പറ്റിപ്പോകാറുണ്ട്. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ദാഹം കൂടുതലായിരുന്നു. ഭക്ഷണം പിന്നൊന്നും വേണ്ടി വന്നില്ല. വെള്ളമൊക്കെ കുടിച്ചു. നല്ലോണം സ്റ്റെപ്സും ഒക്കെ മീറ്റ് ചെയ്തു. അങ്ങനെ എൻഡ് ഓഫ് ദ ഡേ ഓക്കെ.